ഹിസ്ബുള്ള ആക്രമണത്തിൽ 8 ഇസ്രായേലി സൈനികരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ഒരു ആധിപത്യം ഉറപ്പിക്കാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കണ്ടുവരുന്നത്? ഒരിക്കലുമില്ല. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേലിനുണ്ടായതൊരു അതിനൊരു വലിയ നഷ്ടമെന്ന് തന്നെ പറയാം. കമ്പാരിറ്റീവ്ലി 8 സൈനികരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ ഇത് ഒരിക്കലും ഹിസ്ബുള്ളയുടെ ആധിപത്യം വ്യക്തമാക്കുന്ന ഒരു സംഭവമല്ല. ഇസ്രായേൽ പറയുന്നത് ഇറാൻ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. വെറുതെ ചെറുത് കൊടുത്ത് വലുത് മേടിക്കുന്ന വലിയ തെറ്റ് ചെയ്തു ഇറാൻ. അതെ, വലിയൊരു തെറ്റ് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇറാൻ ഇനി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ IDF ചീഫ് ഹെർസി ഹലൈവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഏത് നിമിഷവും ഹിസ്ബുള്ള തീവ്രവാദികളുടെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് കടന്നു ചെന്ന് ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനവും ഇസ്രായേലിനുണ്ട് എന്നിരിക്കെയാണ് ഇറാന്റെ ഈ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഈ ഒരു കടന്നാക്രമണം നടന്നിരിക്കുന്നത്. ഈ 8 ജീവന് പകരമായി ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാനുള്ളത് എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലേ സിനുജി? ഈ ഇറാനിലെ വടക്കൻ തീരമായ കാർഗിനെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. അത് വലിയ അപകടകരമായ ഒരു സ്ഥിതിയാണ്. കാരണം ഈ കാർഗ് മേഖലയാണ് ഇറാൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന എണ്ണപ്പാടങ്ങളുള്ളത്. ഇപ്പോൾ ഹിസ്ബുള്ള ഒരു ആക്രമണം നടത്തി, ഇറാൻ്റെ പിന്തുണയോടെയാണല്ലോ. ഈ ആക്രമണത്തിൽ 8 പേര് ഇസ്രായേലി ഭടന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ ഈ ലെബനൻ്റെ സമീപത്ത് വെച്ച ഒരു ആക്രമണത്തിൽ ഇസ്രായേലിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല ഇവർ 150-200 മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. അതിൽ തന്നെ ഒരു ബാലിസ്റ്റിക് മിസൈലും ഉണ്ടായിരുന്നു. ഈ ബാലിസ്റ്റിക് മിസൈൽ വീണ് ഒരു സ്കൂൾ കെട്ടിടം തകർന്നു. ഇസ്രായേലിന് അത് വലിയ ഒരു ഒരു നാണക്കേട് പോലെ. അതുകൊണ്ട് ഇത് ഞങ്ങൾ മറക്കില്ല, തിരിച്ചടി. ലെബനന്റെ ചരിത്രത്തിലെ ഒരു ഏറ്റവും വലിയൊരു മിസൈൽ ആക്രമണം ഹിസ്ബുള്ള നടത്തുമ്പോൾ ഇറാനാണ് രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കുന്നു. ഇത് പറയാനുള്ള കാരണം ഈ ഹസൻ നസ്രി, അതുപോലെ തന്നെ നേരത്തെ ഒരു ഇറാനിൽ ഒരു നേതാവ്, ഹമാസിൻ്റെ നേതാവ് വന്നപ്പം കൊലപ്പെടുത്തിയ സംഭവം, ഇതിനെല്ലാം ഞങ്ങൾ തിരിച്ചടിച്ചതാണെന്ന് ഇറാൻ പറഞ്ഞു. അപ്പോൾ ഇതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ ഇസ്രായേൽ ഒന്ന് തൊടുത്താൽ അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന എണ്ണപ്പാടങ്ങളെയും അതുപോലെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയുമാണ്. അപ്പോൾ ഇറാൻ എപ്പോഴും പ്രതീക്ഷിച്ചത് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഭൂമിക്കടിയിലുള്ള ബങ്കറുകളിലോ മറ്റോ ആവും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ നയം മാറ്റി എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. കാരണം ഇറാന് ഈ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധത്തെ ഇവർ മറികടക്കുന്നത് എണ്ണ വിറ്റുകൊണ്ടാണ്. അതായത് ഈ ഒപെക് രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദകരിൽ 3-ാം സ്ഥാനമാണ് ഈ ഇറാനുള്ളത്. അപ്പോൾ ഈ എണ്ണ വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇസ്രായേലിൻ്റെ സാമ്പത്തിക നില ഒരുവിധം പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ ഈ മേഖലയിലേക്ക് ആയുധങ്ങൾ തൊടുക്കും അല്ലെങ്കിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കുമെന്ന് വ്യക്തമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എണ്ണപ്പാടം മൊത്തം കത്തിക്കുക. ഏതാണ്ട് 95% വരുന്ന എണ്ണപ്പാടത്തിന് തീ പിടിച്ചാൽ ഇതൊന്ന് റിഫൈനറിയൊക്കെ ഒന്ന് പുനർജീവിപ്പിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും. മാത്രമല്ല ഈ തീ കെടുത്താൻ പോലും വളരെ പെട്ടെന്ന് സാധിക്കില്ല. മറ്റു രാജ്യങ്ങളുടെ ഒന്നും സഹായം ഇറാന് കിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന ഈ എണ്ണപ്പാടങ്ങളെ ആണെങ്കിൽ ഇറാന് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു തിരിച്ചടി കിട്ടും. കാരണം 8 ജീവനുകൾ ഇസ്രായേലി പൗരന്മാരുടെ നഷ്ടമായി എന്നുള്ളത് മാത്രമല്ല, ഒരു പാലസ്തീൻ പൗരൻ കഴിഞ്ഞ ദിവസം കടന്നു കയറി 2 വെടിവെപ്പ് നടത്തി. അതിൽ തന്നെ 2 പേരുടെ ജീവൻ നഷ്ടമായി. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ വീണ്ടും നടത്തുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ആക്രമണം നടന്നിട്ടും UN സെക്രട്ടറി ജനറൽ അതിന് വേണ്ട ഒരു അപലപിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുകയാണ് ഇനി ഈ UN സെക്രട്ടറി ജനറൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് വരണ്ട, ഞങ്ങൾ ചില തീരുമാനങ്ങളെടുത്തു, ഞങ്ങൾ ഒരു വശത്ത് നിന്ന് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടാങ്കറുകൾ അടക്കം ഇസ്രായേൽ ഇപ്പോൾ ലെബനൻ്റെ തീരത്തേക്ക് നയിക്കുന്നുണ്ട്. ഒപ്പം ഹൂത്തികളുടെ ആക്രമണത്തെ തടയാനായിട്ട് സിറിയയിലും ലെബനനിലും അടക്കമുള്ള മേഖലകളിൽ ശക്തമായ രീതിയിൽ സേനയെ വിന്യസിച്ചു. നമുക്കറിയാം റിസർവ് ഫോഴ്സിനെ ഇപ്പോൾ ഹമാസിൽ നിന്ന് തിരിച്ചു വിളിച്ച ഫോഴ്സിനെ കൂടാതെ ഹമാസ് മേഖല, അതായത് ഈ ഗാസ മേഖലയിൽ ഇസ്രായേലിൻ്റെ സേന ഉണ്ടായിരുന്നു, അവരെല്ലാം തിരിച്ചു വിളിച്ചു. എന്നിട്ട് ലെബനൻ ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പറയുന്നു. ഒപ്പം റിസർവ് ആയിട്ടുള്ള സേനയുണ്ട്, അതായത് ദേശസ്നേഹികളായ ആൾക്കാർ, അവർ സൈനിക പരിശീലനമൊക്കെ നടത്തിയതാണ്, പക്ഷേ അവർ മറ്റു ജോലികൾ ചെയ്യുന്നവരാണ്. അവരെല്ലാം തിരിച്ചു വെച്ച് 3 ട്രൂപ്പുകളാക്കിയിട്ട് അവരെയും യുദ്ധമുന്നണിയിലേക്ക് അയക്കുന്നു. ഒപ്പം വ്യോമസേനയും തയ്യാറെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വലിയ നാശത്തിലേക്കാണ് ലോകം പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഈ ഇസ്രായേൽ ഈ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അവരെ സഹായിക്കുന്ന അമേരിക്ക ഇറാനിട്ട് ഒരു പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ഇറാൻ ഒരു ആണവ രാജ്യം ആകരുതെന്നുള്ളതാണ്. അപ്പോൾ ഈ ആക്രമണത്തിൻ്റെ കൂടെ ആണവ സംഭരണ മേഖലകളിൽ ആണവ പരീക്ഷണം
നടത്തുന്ന സ്ഥലങ്ങളിൽ അവിടേക്കൊക്കെ ഒരേ സമയം ആക്രമണം നടത്തും. അപ്പോൾ ഇസ്രയേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ ഏതാണ്ട് കത്തിത്തീരും. ഇതാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ ഇപ്പോൾ ഇറാന് ഇസ്രായേലിന് നേരെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നാളുകളിൽ അവർ മരിച്ച പ്രധാനപ്പെട്ട 2 നേതാക്കളുണ്ടല്ലോ, കൊല്ലപ്പെട്ട, അവരുടെ വധത്തിന് നേരെ പ്രതികാരം വീട്ടുന്നതാണ് ഇറാൻ കട്ടിപ്പിച്ച് അതായത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള, ഹമാസ് മേധാവിയായിരുന്ന ഇസ്മയിൽ ഹാനിയെ എന്നിവരുടെ വധവും തെക്കൻ ലെബനനിലെ കരയാക്രമണവുമാണ് ഇസ്രായേലിനെതിരെയുള്ള വ്യോമാക്രമണങ്ങളുടെ കാരണമായി ഇറാൻ നിരത്തുന്നത്. പക്ഷെ തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ തകർക്കുമെന്നാണ് ഈ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. അത് എന്തർത്ഥത്തിലാണ് ഇസ്രായേലിനെ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നതെന്ന് മനസ്സിലായിരുന്നു. ഇറാനിൽ ഉടനീളമുള്ള 38 ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. എന്തായാലും ഇസ്രായേൽ പറഞ്ഞാൽ അത് പറഞ്ഞത് പോലെ ഇസ്രായേൽ പറയുന്നത് അവർ ചാടിക്കേറി ആക്രമിക്കുന്നില്ല, അവർ കാത്തിരിക്കുകയാണ്. അനുയോജ്യമായ സമയം വന്നാൽ അവർ തീർച്ചയായും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ്. ഇവരുടെ ഈ 8 സൈനികരുടെ ജീവൻ പോയതിന് അവരെന്തായാലും പ്രതികാരം തിരിച്ചടി കൊടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ ലെബനനിലേക്ക് ഇവരുടെ സൈന്യം, ഇസ്രായേലിന്റെ സൈന്യം കടന്നാക്രമിക്കുന്ന വീഡിയോയും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ IDF ഉണ്ട്, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്, അവർ പറയുകയാണ് ഞങ്ങൾ ആക്രമണം തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിച്ചിരിക്കും എന്ന് കൃത്യമായി പറയുന്നു. അപ്പോൾ ഇറാൻ ഇപ്പോൾ പേടിച്ചിരിക്കുന്നത് ഈ എണ്ണപ്പാടങ്ങൾക്ക് മുകളിലേക്ക് ഇവരുടെ മിസൈൽ വന്ന് പതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എണ്ണപ്പാടങ്ങൾ മുഴുവൻ കത്തിയാൽ ഇറാന്റെ സാമ്പത്തിക അവസ്ഥ മൊത്തം തീരുകയാണ്. പിന്നെ ഇറാൻ ഒരു സ്റ്റെപ്പ് ഇസ്രായേലിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ തീർക്കും അല്ലെങ്കിൽ ഒരു ശത്രുവിനെ നേരിടും എന്ന് പറഞ്ഞാൽ അവർ ഏതറ്റം വരെയും പോകും. പല തവണ ഇറാനും ഇസ്രായേലും തമ്മിൽ മുഖാമുഖം യുദ്ധത്തിന് സാഹചര്യങ്ങൾ ഒരുങ്ങി. ഇക്കഴിഞ്ഞ ഏപ്രിൽ തന്നെ ഇസ്രായേൽ ഏതാനും റോക്കറ്റുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി. പക്ഷേ ഇസ്രായേൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല. അത് നടത്തിയെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഹമാസ് ഇവിടെ ഭീകരാക്രമണം നടത്തിയതിന് ശേഷം ഒന്നുകൂടി പേടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇറാൻ ചെയ്തത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ 150-200 റോക്കറ്റുകൾ ഒരേപോലെ ഇറാൻ ഈ ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രായേലിന് നേർക്ക് വിടുന്നത്. ഇതിൽ തന്നെ ഒട്ടുമിക്ക മിസൈലുകളെയും റോക്കറ്റുകളെയും ഈ അയൺ ഡോം സംവിധാനം തകർത്തു. പക്ഷേ അതിനെയും പ്രതിരോധിച്ച് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഏതാനും മിസൈലുകൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ട്. പക്ഷേ ആളപായം ഉണ്ടായില്ല. പക്ഷേ ഒരു സ്കൂൾ കെട്ടിടമൊക്കെ തകർന്നു. ഇത് ഇസ്രായേലിലും വലിയ നാണക്കേടും ഒരു പരാജയ ഭീതിക്ക് തുല്യമായ അവസ്ഥ ഉണ്ടാകാത്തതിന്റെ കാരണം ഇസ്രായേലിൽ വളരെ സേഫ് ആയിട്ടാണ് അവർ അവരുടെ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക ആപ്പ് ഉണ്ട് ഈ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇങ്ങനൊരു സാധ്യത വരുമ്പോൾ തന്നെ ഇവർ എല്ലാ ആൾക്കാർക്കും മെസ്സേജ് കൊടുക്കും, നിങ്ങൾ രഹസ്യ അറയിലേക്ക് നീങ്ങിക്കൊള്ളുക, സേഫായി, അടുത്ത ഒരു ഇൻഫർമേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വരാവൂ എന്ന് എല്ലാ ആൾക്കാർക്കും നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ച് അവർ സുരക്ഷിതരാകും. അതുകൊണ്ടാണ് ഇവിടെ ഈ ആളപായം വലിയ രീതിയിൽ ഉണ്ടാകാത്തത്. അപ്പോൾ ഇറാനെ എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഇറാൻ തടയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 1979 വരെ ഇറാൻ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. അവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ ആളുകൾക്ക്, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിനുശേഷം വന്ന മത ആചാര്യന്മാർ അവരുടെ മത നിയമങ്ങൾ അവിടെ അടിച്ചേൽപ്പിച്ചു. ഇതോടുകൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത് ഒരു കടുത്ത മതരാഷ്ട്രമായി മാറുന്നത്. അങ്ങനെ മാറിയതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? നല്ല രീതിയിൽ ചിന്തിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ സ്വാതന്ത്ര്യത്തിൻ്റെ വിലക്കുകൾ നേരിടേണ്ടി വന്നു. അപ്പോൾ അവരെല്ലാം തന്നെ ഇറാനെതിരായി. ഇപ്പം ആയത്തുള്ള അൽ ഖമേനി അദ്ദേഹം പോയിരിക്കുന്ന ഒരു ബങ്കറിനുള്ളിലാണ്, പേടിച്ചിരിക്കുകയാണ്. ഈ ആയത്തുള്ള അലി ഖമേനി അങ്ങ് കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇറാനിലുണ്ട്. അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം എന്താ? ഇറാൻ നാളെ ഒരു സ്വതന്ത്ര രാജ്യമായി, ഒരു ജനാധിപത്യ രാജ്യമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാരൊന്നും തന്നെ ഈ പറയുന്ന യുദ്ധത്തിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഇറാൻ ഒപ്പം നിൽക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ സ്ഥിതിയല്ല. അവർ മുഴുവൻ രാജ്യസ്നേഹികളാണ്. അവർക്ക് ഭയങ്കര ദേശീയത എന്ന് പറയുന്ന വികാരമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന റിസർവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ സേവിക്കാനായിട്ട് മറ്റ് ജോലികൾ ഉപേക്ഷിച്ച് ഈ സൈന്യത്തിനൊപ്പം ചേരാൻ ഇവർ തയ്യാറാണ്. ഇറാൻ അങ്ങനെയല്ല. ഇറാന് ഈ മത നേതൃത്വത്തെ ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗവും മത നേതൃത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗവും രണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ സാമ്പത്തിക നില പിടിച്ചു നിർത്തുന്ന എണ്ണ സംഭരണം അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഒരു വിഭാഗം ആളുകൾ അതിനോട് സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല കിട്ടുന്ന പണത്തിൽ ഒരു വലിയ പങ്കും ഇവർ ആണവ പരീക്ഷണത്തിനെക്കാട്ടിയും ജനസംഖ്യയിലധികം ഇറാനാണല്ലോ. അങ്ങനെ തന്നെയാണ് സ്വാഭാവികം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുത്താൽ ഏതാണ്ട് 1 കോടി താഴെ 90 ലക്ഷം ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇറാൻ്റെ ജനസംഖ്യ എടുത്താലോ ഏതാണ്ട് 8 to 9 കോടി ജനസംഖ്യയുണ്ട്. അപ്പോൾ അവരുടെ ആർമിയുടെ വലിപ്പം വെച്ചാലും അത്രയും വ്യത്യാസമുണ്ട്. പക്ഷേ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആധുനിക യുദ്ധോപകരണങ്ങൾ, വിമാനങ്ങൾ, ഗണ്ണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. കാരണം അമേരിക്ക അത് ഇവർക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ കയ്യിൽ ഇത്തരത്തിൽ ആധുനിക യുദ്ധോപകരണങ്ങളില്ല. മാത്രമല്ല ലോകത്തിൽ തന്നെ നമ്പർ 1 വ്യോമസേന എന്നാണ് ഇസ്രായേൽ
ഇസ്രായേലിൻ്റെ സേന അറിയപ്പെടുന്നത്. അപ്പോൾ അവർ അത്തരത്തിലുള്ള ആക്രമണമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം ഈ ഇറാൻ്റെ നടപടികളെ ഇഷ്ടമില്ലാത്ത അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന് പ്രത്യക്ഷ പിന്തുണ നൽകും. ഇറാൻ അമേരിക്ക നേരത്തെ ഇറാന്റെ പിന്നിൽ റഷ്യ ഇല്ലേ? ഇല്ല, ഇനിയിപ്പോൾ റഷ്യ സഹായിക്കാനൊന്നുമില്ല. ആകെ ഇറാൻ്റെ പ്രതീക്ഷ ഇനി ചൈന എന്തെങ്കിലും സഹായിക്കുമോ എന്നുള്ളത് മാത്രമാണ്. ഇവിടെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ഇറാൻ എന്തെങ്കിലും കാരണവശാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. ഞങ്ങളെന്നാണ് പറഞ്ഞത്, അതായത് ഇസ്രായേലിനെ സഹായിക്കുന്നല്ല, അമേരിക്ക തിരിച്ചടിക്കും. അപ്പോൾ ഒരു സമയത്ത് ഇസ്രായേൽ അവിടുത്തെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എണ്ണപ്പാടം മുഴുവൻ കത്തിക്കാൻ ശ്രമിച്ചാൽ അത് അണയ്ക്കാൻ പറ്റില്ല. റിഫൈനറീസിൻ്റെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നിലയ്ക്കും. അടുത്ത ഘട്ടത്തിൽ അമേരിക്ക ഈ ആണവ സംഭരണ മേഖലകളിലേക്ക്, ആണവ പരീക്ഷണം നടത്തുന്ന ബങ്കറുകളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടത്തിയാൽ ഒരേ സമയം 2 മേഖലകളിൽ ഇറാൻ നിന്ന് കത്തിയമരും. അതിൽ നിന്ന് പിന്നീട് അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല. മാത്രമല്ല, ഈ മതവാദികളെ മുഴുവൻ കൊന്നു തീർക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം അവിടെയുണ്ടെന്ന് മൊസാദ് കൃത്യമായ റിപ്പോർട്ട് ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ആർമി, അതായത് കരസേന എന്ന് നമ്മൾ പറയുന്നവർ ലെബനനിലേക്കും ഈ ഇറാനിലേക്കും ഒക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണം കൂടെ നടന്നു കഴിഞ്ഞാൽ ഈ മത നേതൃത്വത്തെ മുഴുവൻ കശാപ്പ് ചെയ്യുകയും ബാക്കിയുള്ള സ്വതന്ത്ര നിലപാടുള്ള ജനങ്ങളെ ഫ്രീ ആയിട്ട് വിടുകയും ചെയ്യും ഇസ്രായേൽ. അങ്ങനെ ചെയ്താൽ ഇറാന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാജ്യം എന്ന ലേബലായിരിക്കും പിന്നീട് ഇസ്രായേലിനുണ്ടാവുക. അപ്പം നമുക്ക് ഹസൻ നസ്രല്ല വധിച്ച സമയത്ത് ഇറാനിൽ തന്നെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയാണ് തെരുവിലിറങ്ങിയാണ് നൃത്തം ചെയ്യുന്നു, പാട്ട് പാടുന്നു. അവിടുത്തെ മതാധിപത്യത്തെ എതിർക്കുന്നവരാണ് ഇറാനിലെ ജനങ്ങൾ എന്നുള്ള ഒരു വ്യക്തമായ തെളിവാണത്. അപ്പോൾ ഇപ്പൊ ഇനി ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഇസ്ഫഹാൻ സിറ്റി അടങ്ങുന്ന, അതായത് 3ാമത്തെ വലിയ നഗരമായ ഇസ്ഫഹാൻ സിറ്റി അടങ്ങുന്ന എസ്ഫഹാൻ പ്രവിശ്യയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകാൻ ഇടയുണ്ട്. ആ സ്ഥലത്താണ് ഇറാന്റെ യുറാനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്രമായ നദാൻസ് അടക്കം നിരവധി ആണവ കേന്ദ്രങ്ങളുള്ള സ്ഥലം. അപ്പൊ അവിടെ ഇസ്രായേൽ ആക്രമിക്കുകയാണ് എങ്കിൽ വീണ്ടും ഇറാന് പിടിച്ചു നിൽക്കാനാവില്ല. അപ്പൊ തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അടിക്കുമെന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. IDF എന്ന് പറഞ്ഞ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം അവരുടെ വിദേശ മന്ത്രാലയം നിലപാടെടുത്തിട്ടുണ്ട്. മാത്രമല്ല, അമേരിക്കയും പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ഒരു കാരണവശാലും തങ്ങളെ ആക്രമിക്കുന്നവരോട് പ്രതികാരം ചെയ്യാതിരുന്നിട്ടില്ല. ശക്തമായ പ്രതികാരമാണ്. ഒന്ന് കാത്തിരുന്നിട്ടായാലും കൃത്യമായ രീതിയിൽ ആസൂത്രണം നടപ്പാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഇറാൻ ഉണ്ടാകുന്ന ദുരന്തം അത് എത്ര നാളിന് ശേഷം എത്രത്തോളം ഭീകരമായിരിക്കും അത് മാത്രമേ ഇനി ലോകം കാണാനുള്ളൂ. അത് ശരിയാണ്. പ്രതികാരദാഹികളായ ഇസ്രായേൽ എന്ത് മറുപടിയാണ് ഇറാൻ ഇനി കൊടുക്കാൻ പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടെത്താം. മതാധിപത്യത്തിൽ നിന്നും ഇറാൻ സ്വതന്ത്രമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.